നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഭാരതീയ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്തസംഗീത വാദ്യങ്ങളും സമന്വയിച്ച 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരിയിൽ കൊടിയിറക്കം. 2.5 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേള എന്ന ഖ്യാതിയും നേടിയാണ് ശ്രദ്ധേയമായത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവുമധികം തുക സംഭാവന ചെയ്തത് കുടുംബശ്രീ വനിതകളാണ്. 20 കോടി രൂപയാണ് അയൽക്കൂട്ടാംഗങ്ങൾ സംഭാവന ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താലയിൽ സരസ് മേള സംഘടിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആശങ്കകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മേളയെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി തൃത്താലയിലെ ജനങ്ങൾ ഇതൊരു വലിയ വിജയമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ 1/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം, കേരളത്തിലെ സ്ത്രീകൾ, കുടുംബശ്രീ അംഗങ്ങൾ കരളു പകുത്തും കഥകൾ പറഞ്ഞും തമ്മിൽ തണലായി നിന്ന് പൊരുതി വളർന്നതിൻ്റെ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഹൃദയഭേദകമായ ദുരന്തമുണ്ടായപ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു നാട് മുഴുവൻ ഉരുളെടുത്തു പോയപ്പോൾ അനേകം പേർ മണ്ണിനടിയിലായി തീർന്നപ്പോൾ നമുക്ക് സഹായം കിട്ടേണ്ടിടങ്ങളിൽ നിന്നും കിട്ടാതെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിച്ചു. അങ്ങേയറ്റത്തെ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ തുക സംഭാവന ചെയ്തത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ആയിരുന്നില്ല, കുടുംബശ്രീ ആയിരുന്നു. 20 കോടിയിലധികം രൂപയാണ് കുടുംബശ്രീ വനിതകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി. ഫുഡ് കോർട്ടിൽ 9 ദിവസം കൊണ്ട് 1.60 കോടി രൂപയും ഉൽപ്പന്ന വിപണന സ്റ്റാളിൽ നിന്നും 8 കോടി രൂപയും ഉൾപ്പെടെ 9.60 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സംരംഭകർക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. നിലപാടുള്ള ധീരയായ വനിതയെന്ന നിലയ്ക്കാണ് മഞ്ജു വാര്യരെ മുഖ്യാതിഥിയായി സരസ് സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതെന്നും എല്ലാ കാലത്തും കുടുംബശ്രീയുടെ അഭ്യുദയകാംക്ഷിയെന്ന നിലയ്ക്ക് മഞ്ജുവിന് ഈ പ്രസ്ഥാനത്തിനോട് വൈകാരികമായ അടുപ്പമുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. മികച്ച രീതിയിൽ മേള സംഘടിപ്പിച്ച സംഘാടക സമിതിക്കുള്ള പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. സരസ് മേളയുടെ അധ്യക്ഷനായ മന്ത്രി MP രാജേഷിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ ഉപഹാരം നൽകി. തന്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ് കുടുംബശ്രീയെന്നും ഇത്രയേറെ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത പ്രസ്ഥാനമാണിതെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ മഞ്ജു വാര്യർ പറഞ്ഞു. കപ്പൂർ കുടുംബശ്രീ CDS സംരംഭമായ ഇല്യൂസ് പിക്കിൾസിന്റെ പ്രത്യേക ഉപഹാരം യൂണിറ്റ് അംഗങ്ങൾ മഞ്ജു വാര്യർക്ക് സമ്മാനിച്ചു. ഫുഡ് കോർട്ടിൽ പങ്കെടുത്ത കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരെയും ആദരിച്ചു. MLA മാരായ PP സുമോദ്, KT ജലീൽ, മുൻ MLA മാരായ AK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് അറിയാം, കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തുടിപ്പൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നാടുകൾ, ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല, ഒരു മുന്നോട്ടുള്ളൊരു യാത്രയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം എന്നെ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാറാണ്. രാജേഷ് സാറിന് വേണ്ടി അനുപമ മാഡമാണ് ആ ക്ഷണം എന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രാജേഷ് സാറിൻ്റെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എടക്കഴിയൂർ നേർച്ചയ്ക്കിടെ സംഘർഷം, പോലീസ് ലാത്തി വീശി. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. നേർച്ചയുടെ കൊട്ടിക്കലാശത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഇത് കൂട്ടത്തല്ലിലേക്ക് വഴിമാറിയതോടെ പോലീസ് ലാത്തി വീശി ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുകയായിരുന്നു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ 279ാമത് തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിരുന്നു തിരുനാൾ ആഘോഷം. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പ്രസുദേന്തി വാഴ്ചയും ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു.
ഭരണങ്ങാനം MST മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിജോ കൊട്ടക്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാളിയേക്കൽ സഹകാർമ്മികനായി. വൈകിട്ട് 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിമ്മി പൊന്നത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നഗരവീഥികളെ ഭക്തിസാന്ദ്രമാക്കുന്ന തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡുവാദ്യ മത്സരം എന്നിവയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള കുർബാന ഉണ്ടായി. തിരുനാളിന്റെ 8ാം ഇടം ജനുവരി 18 ഞായറാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി കാർമ്മികനാകും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഇടവക ദിനം, കുടുംബ കൂട്ടായ്മ സംയുക്ത വാർഷികം, ജൂബിലി വർഷ സമാപനം എന്നിവ മെൽബൺ രൂപത എമിരിറ്റിസ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ചിറളയം ഹോളി ചൈൽഡ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്തല അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധനസഹായ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് MM സേതുമാധവന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാബ മാളിയേക്കൽ, ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തല UDF ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനകൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KP അരവിന്ദാക്ഷന്റെ ഓർമ്മ പുതുക്കി 19ാം ചരമവാർഷിക ദിനാചരണവും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും നടന്നു. വാഗ മാലതി UP സ്കൂൾ പരിസരത്ത് നടന്ന ദിനാചരണം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് MR രജിതൻ അധ്യക്ഷനായി. സെക്രട്ടറി TN ലെനിൻ, ശ്രീകുമാർ വാഗ, CK മോഹനൻ, PP മോഹനൻ, MN രാധാകൃഷ്ണൻ, TB സന്തോഷ്, ലീന ശ്രീകുമാർ, ആലിക്കൽ മോഹനൻ, TA ഭരതൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് CM ജോർജ് അനുസ്മരണ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, നിയോജക മണ്ഡലം സെക്രട്ടറി ആനി ജോസ്, സിജോ കൊള്ളനൂർ, വിപിൻ വർഗീസ്, ഷൈജു തൈക്കാടൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ YMCA പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ SI U മഹേഷ് മുഖ്യാതിഥിയായി. കൗൺസിലർമാരായി ചുമതലയേറ്റ YMCA അംഗങ്ങളായ ആൻഡോ തോമസ്, ജോയ് ചെറിയാൻ, MV ബിജു, VJ ജോയ്സി, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ ആദരിച്ചു. വനിതാ ഫോറത്തിന്റെ വനിതാ ദീപ്തി പദ്ധതിയിലൂടെ അർഹരായവർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റിൽ 500 അംഗങ്ങൾ തികഞ്ഞതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കേക്ക് മുറിച്ചു. പുതിയതായി ചേർന്ന 100 അംഗങ്ങൾക്ക് തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ, ട്രഷറർ ജോസ് ലൂയിസ്, വൈസ് പ്രസിഡന്റ് ലാങ്കോസ് ചക്രമാക്കിൽ, CP ജോയ്, ജോമോൻ ചുങ്കത്ത്, ബിജു അന്തിക്കാട്ട്, ഇഗ്നേഷ്യസ് ആളൂർ, ജിജു തലക്കോട്ടൂർ, ജിഷോ S പുത്തൂർ എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ പേരൻസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാവിഹാർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വിദ്യാരക്ഷിത് 2K26 പുരസ്കാരത്തിനർഹനായ മോഹൻ സിത്താരയ്ക്ക് ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ പുരസ്കാരം നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി അധ്യക്ഷനായി. ചലച്ചിത്ര സംവിധായകൻ ദേവരാജൻ മൂക്കോല, ക്ലബ് FM RJ സിംല മേനോൻ, റാഫി നീലങ്കാവിൽ, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KB സുരേഷ്, ചലച്ചിത്ര താരം ബിജേഷ് അവണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു.
25 വർഷക്കാലം പൂർത്തിയാക്കിയ സ്കൂളിലെ ജീവനക്കാർ, വിവാഹ ജീവിതത്തിൽ 25 വർഷം പിന്നിട്ട രക്ഷിതാക്കൾ, 50 വർഷം പൂർത്തീകരിച്ച ഗ്രാൻഡ് പേരൻസ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പാവറട്ടി ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സംഗീത സംവിധായകൻ മോഹൻ സിതാര അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ദേവരാജൻ മൂക്കോല, ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി NSS കരയോഗത്തിന്റെ നവീകരിച്ച ഓഫീസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് PR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T ഉണ്ണികൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ചീരമ്പത്തൂർ ഉഷ, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗ ഭാരവാഹികളുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഫലകം അനാച്ഛാദനം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചരമം: കൂനമുച്ചി പാഴൂർ പാവുമകൻ വർക്കി നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മേരി ഭാര്യയും സാജു, രാജു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.